ദ്വിതീയഃ പാഠഃ ഏഹി വദാമ. വരൂ പറയാം. പാഠപ്രവേശനാത് പൂർവം ആരാമഃ ഇതി പ്രവർത്തനപുസ്തകേ പ്രഥമതഃ ആരഭ്യ തൃതീയപര്യന്തം പ്രവർത്തനാനി കരണീയാനി. പാഠത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപേ ആരാമഃ എന്ന പ്രവർത്തന പുസ്തകത്തിലെ 1 മുതൽ 3 വരെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യണം. ചിത്രേ കിം കിം പശ്യതി. ഒരു മനോഹരമായ ചിത്രം അവിടെ നൽകിയിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണുന്നത്? അനവധി പൂക്കളുണ്ടല്ലേ? ഒരു പൂന്തോട്ടം പോലെ ഉണ്ട്. ചിത്രേ കിം കിം പശ്യതി. പ്രഭാതസൂര്യം സർവേ ദൃഷ്ടവന്തഃ ഖലു. പ്രഭാതസൂര്യനെ എല്ലാവരും കണ്ടുവല്ലോ. പക്ഷിമൃഗാദീനാം പുഷ്പലതാദീനാം ച സ്വരൂപാണി ജാനന്തി കില. പക്ഷിമൃഗാദികളുടെയും പുഷ്പലതാദികളുടെയും സ്വരൂപങ്ങൾ നിങ്ങൾക്കറിയാമോ? മനോഹരം ഉദ്യാനം പശ്യാമ. മനോഹരമായ ഒരു പൂന്തോട്ടത്തെ കാണാം. ഏഹി വദാമ. ഒരു പൂമ്പാറ്റ ഉണ്ടല്ലേ? ഒരു പൂമ്പാറ്റയും ഒരു പൂന്തോട്ടവുമാണ് ഉള്ളത്. പൂന്തോട്ടത്തിൽ പല നിറത്തിലുള്ള പുഷ്പങ്ങളുണ്ട്. പൂമ്പാറ്റ എന്താണ് പറയുന്നതെന്ന് നോക്കാം. അഹോ മനോഹരം ഉദ്യാനം. അല്ലയോ, എന്താണ്? മനോഹരമായ ഉദ്യാനം. ബഹുവർണാനി പുഷ്പാണി. പല നിറത്തിലുള്ള പൂക്കൾ. സുന്ദരി തവ നാമ കിം. സുന്ദരി, നിന്റെ പേരെന്താണ്? മുല്ലപ്പൂവിനോടാണ് ചോദ്യം അല്ലേ? മമ നാമ മല്ലിക. എൻ്റെ പേര് മല്ലിക. മല്ലിക മുല്ല. സൂര്യകാന്തി എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആഗച്ഛതു മിത്ര. വരൂ പ്രിയ കൂട്ടുകാരാ. നമ്മുടെ ചെമ്പരത്തി എന്താ പറയുന്നത്? കുത്ര ഗച്ഛതി മിത്ര. എവിടെ പോകുന്നു കൂട്ടുകാരാ? നമ്മുടെ പൂമ്പാറ്റ പറയുകയാണ് മധുപാനാർത്ഥം ഗച്ഛാമി. എന്താണ്? തേൻ കുടിക്കാനായിട്ട് പോവുകയാണ്. ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? ഒന്നുകൂടെ വായിക്കാം. ഏഹി വദാമ. അഹോ മനോഹരം ഉദ്യാനം. ബഹുവർണാനി പുഷ്പാണി. സുന്ദരി തവ നാമ കിം. മമ നാമ മല്ലിക. അപ്പം നിങ്ങൾ നിങ്ങളുടെ പേര് എങ്ങനെ പറയും? മമ നാമ എന്ന് പറഞ്ഞിട്ട് മമ എൻ്റെ, നാമ പേര്. എന്നിട്ട് അവിടെ എന്ത് പറയാം? നിങ്ങളുടെ പേര് പറയാം. ആഗച്ഛതു പ്രിയ മിത്ര. വരൂ പ്രിയ കൂട്ടുകാരാ. കുത്ര ഗച്ഛതി മിത്ര. എവിടെ പോകുന്നു കൂട്ടുകാരാ? മധുപാനാർത്ഥം ഗച്ഛാമി. തേൻ കുടിക്കാനായി പോകുന്നു. അപ്പം എത്രയാണ് നമ്മുടെ രണ്ടാമത്തെ പാഠം. ഇനി അടുത്ത് നോക്കാം. കഹ കം പ്രതി വദതീതി പശ്യാമ. ആര് ആരോട് പറയുന്നു എന്ന് നോക്കാം. അഹോ മനോഹരം ഉദ്യാനം. ബഹുവർണാനി പുഷ്പാണി. ഇത് ആരോട് പറയുന്നതാണ്? പൂമ്പാറ്റ പൂക്കളോട് പറയുന്നതാണ് അല്ലേ? എന്ത് മനോഹരമായ ഉദ്യാനം, പല നിറത്തിലുള്ള പൂക്കൾ. സുന്ദരി തവ നാമ കിം. ഇത് ആരോട് ചോദിച്ചതാണ്? പൂമ്പാറ്റ മുല്ലപ്പൂവിനോട് ചോദിച്ചതാണ്. സുന്ദരി, നിന്റെ പേരെന്താണ്? മമ നാമ മല്ലിക. എൻ്റെ പേര് മല്ലിക, മുല്ല അല്ലേ? ഇത് ആരോട് പറഞ്ഞതാണ്? നമ്മുടെ മുല്ലപ്പൂ ആരോട്? ചിത്രശലഭത്തോട് പറഞ്ഞതാണ്. സൂര്യകാന്തി ആഗച്ഛതു പ്രിയ മിത്ര. സൂര്യകാന്തി എന്താ പറഞ്ഞ? വരൂ പ്രിയ കൂട്ടുകാര. ആരോടാണ് പറഞ്ഞത്? പൂമ്പാറ്റയോട്. കുത്ര ഗച്ഛതി മിത്ര. കുത്ര ഗച്ഛതി മിത്ര. ഇത് ആരോട് ചോദിച്ചാണ്? നമ്മുടെ ജബ. ജബ എന്ന് പറയുന്നത് എന്താണ്? ചെമ്പരത്തിപ്പൂവിനെയാണ് ജബ എന്ന് പറയുന്നത്. അപ്പൊ ചെമ്പരത്തിപ്പൂ എന്താണ് ചോദിച്ചത്? എങ്ങോട്ടാണ് പോകുന്നത് കൂട്ടുകാര എന്നാണ് പൂമ്പാറ്റയോട് ചോദിച്ചത്. ചിത്രപതംഗഃ മധുപാനാർത്ഥം ഗച്ഛാമി. എന്താണ് ചിത്രപതംഗം? പൂമ്പാറ്റ എന്താണ് പറയുന്നത്? മധുപാനാർത്ഥം, തേൻ കുടിക്കാനായി പോവുകയാണ്.
നമുക്കൊന്നുകൂടെ നോക്കാം. അഹോ മനോഹരം ഉദ്യാനം ബഹുവർണാനി പുഷ്പാണി. ആരാരോട് പറഞ്ഞു? പൂമ്പാറ്റ പൂന്തോട്ടത്തോട് പറഞ്ഞു അല്ലേ, അവിടെയുള്ള പൂക്കളോട് പറഞ്ഞു. സുന്ദരി തവ നാമ കിം. സുന്ദരി നിന്റെ പേരെന്താണ്? ഇത് പൂമ്പാറ്റ ആരോട് പറഞ്ഞതാണ്? മുല്ലപ്പൂവിനോട് ചോദിച്ചതാണ്. മമ നാമ മല്ലിക. എൻ്റെ പേര് മുല്ല. ഇത് ആരാരോട് പറഞ്ഞതാണ്? നമ്മുടെ മുല്ല പൂമ്പാറ്റയോട് പറഞ്ഞതാണ്. ആഗച്ഛതു പ്രിയമിത്ര. വരൂ പ്രിയ കൂട്ടുകാരാ. ഇത് സൂര്യകാന്തി പൂമ്പാറ്റയോട് പറഞ്ഞതാണ്. കുത്ര ഗച്ഛതി മിത്ര. ഇത് ജബ. ജബ ആരാണ്? ചെമ്പരത്തി. ചെമ്പരത്തിപ്പൂ ആരോടാണ് ചോദിച്ചത്? പൂമ്പാറ്റയോടാണ് ചോദിച്ചത്. മധുപാനാർത്ഥം ഗച്ഛാമി. തേൻ കുടിക്കാനായി പോകുന്നു. ഇതാരോട് പറഞ്ഞതാണ്? നമ്മുടെ ചിത്രപതംഗം. പൂമ്പാറ്റ ജബ ചെമ്പരത്തിയോട് പറഞ്ഞതാണ്. അടുത്ത പഠന പ്രവർത്തനമാണ് നിറങ്ങളുടെ പേര് പഠിക്കുക. ഉചിതൈഹി വർണ്ണൈഹി ലേപേതു. ഇത് ഉചിതമായ വർണ്ണത്തിൽ നിറം കൊടുക്കാനാണ്. രക്തഹ. രക്തഹ എന്ന് പറയുന്നത് എന്താണ്? ചുവപ്പ് നിറത്തെയാണ് രക്തഹ എന്ന് പറയുന്നത്. പീതഹ. പീതഹ എന്ത് നിറമാണ്? മഞ്ഞ. പാടലഹ. പാടലഹ എന്ത് നിറമാണ്? റോസ്. നീലഹ. നീലഹ നീല തന്നെയാണ്. നമുക്കൊന്നുകൂടെ വായിക്കാം. രക്തഹ, രക്തഹ, പീതഹ, പാടലഹ, നീലഹ. ഒന്നുകൂടെ വായിക്കാം. ഇവിടെ നിറങ്ങളും പേരും കൊടുത്തിട്ടുണ്ട്. ആദ്യം എന്താണ് കൊടുത്തിരിക്കുന്നത്? പീതഹ. പീതഹ എന്ത് നിറമാണ്? മഞ്ഞ. രക്തഹ. രണ്ടാമത് കൊടുത്തിരിക്കുന്നതാണ് രക്തഹ. രക്തഹ എന്ത് നിറമാണ്? ചുവപ്പ്. പാടലഹ. പാടലഹ എന്ത് നിറമാണ്? റോസ്. നീലഹ. നീലഹ നീല. അടുത്ത് ഉദാഹരണാനുസാരം യോജയതു പദദൂച്ച. എന്താണ്? ഉദാഹരണം അനുസരിച്ച് യഥോചിതമായിട്ട് യോജിപ്പിക്കാം, ഉറക്കെ പറയുകയും ചെയ്യാം. പാടലം ആരാണ്? റോസ. റോസാപ്പൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാടലം. സൂര്യകാന്തിഹി. സൂര്യകാന്തിഹി നമ്മൾ പഠിച്ചതാണല്ലേ. ആരാണ്? സൂര്യകാന്തി പൂവ് തന്നെയാണ്. ജബ. ജബ ഏത് പൂവാണ്? ചെമ്പരത്തി. മല്ലിക. മല്ലിക ആരാണ്? മുല്ലപ്പൂ. അപരാജിത. അപരാജിത ആരാണ്? ശംഖുപുഷ്പം. ഒന്നുകൂടെ പറയാം. സൂര്യകാന്തിഹി സൂര്യകാന്തി, ജബ ചെമ്പരത്തി, മല്ലിക മുല്ലപ്പൂ, അപരാജിത ശംഖുപുഷ്പം. ഈ പാഠത്തിൽ നമുക്ക് അടുത്ത് പഠിക്കേണ്ട അക്ഷരമാണ് എന്ത്? പ. പ എന്ന അക്ഷരം സൂചനയിൽ തന്നിരിക്കുന്നത് പോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് എഴുതുകയും നിറം കൊടുക്കുകയും പ എന്ന അക്ഷരം എഴുതാൻ പഠിക്കുകയും ചെയ്യാം. പ. ഈ ചിത്രം നിരീക്ഷിച്ചിട്ട് ഇതിൽ എന്തൊക്കെ നിറമാണ് ഉള്ളതെന്ന് പറയുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ചിത്രം നിരീക്ഷ്യ കേ കേ വർണ്ണാഹ സന്തി ഇതി വദതു. ചിത്രം നിരീക്ഷിച്ച് ചിത്രത്തിൽ ഏതൊക്കെ വർണ്ണങ്ങളാണുള്ളത് എന്ന് പറയൂ. മല്ലിക. മല്ലികയ്ക്ക് എന്ത് നിറമാണുള്ളത്? ശ്വേതഹയാണ് കേട്ടോ. വെള്ള നിറത്തിന് നമ്മൾ എന്തെന്ന് പറയും? ശ്വേതഹ എന്ന് പറയും. അടുത്ത് രക്തഹ. ചുവപ്പ് നിറമാണ് അല്ലേ? രക്തഹ. ഇതെന്താണ്? പാടലഹ. റോസ് നിറമാണ് അല്ലേ? പാടലഹ. ഇതെന്താണ്? പീതഹ. പീതഹ മഞ്ഞ. അപ്പൊ ഒന്നുകൂടെ പറയാം. ശ്വേതഹ, രക്തഹ, പാടലഹ. സൂര്യകാന്തിക്ക് എന്ത് നിറമാണ്? പീതഹ. ബിന്ദൂൻ യോജയിത്വ ചിത്രം പൂരയതു ഉചിതൈഹി വർണ്ണൈഹി ലേപയതു ച. ബിന്ദുക്കളെ യോജിപ്പിച്ച് എന്താണ് ഈ ചിത്രം നമുക്ക്
ഉചിതമായ നിറം കൊടുക്കുകയും ചെയ്യാം. പുഷ്പസദൃശാനി മുഖാവരണാനി ധൃത്വാ ഉചിതാൻ സ്നേഹോപചാര ശബ്ദാൻ ഉപയുജ്യ സാഭിനയം സംഭാഷണം കരോതു. പുഷ്പസദൃശമായ മുഖാവരണങ്ങൾ ധരിച്ച് എന്ത് ചെയ്യാം? അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. നമസ്തേ, സുപ്രഭാതം മുതലായവയാണ് സ്നേഹോപചാര ശബ്ദങ്ങൾ. അഭിനയത്തോടു കൂടി അത് ക്ലാസ്സിൽ അവതരിപ്പിക്കാം. ബഹുവർണ പത്രാണി ഉപയുജ്യ പുഷ്പാണി നിർമാതു സചിത്ര പുസ്തകേ യോജയതു. ബഹുവർണത്തിലുള്ള പത്രങ്ങൾ, പേപ്പറുകൾ ഉപയോഗിച്ചിട്ട് പല നിറത്തിലുള്ള പുഷ്പങ്ങൾ നിർമ്മിക്കാം. സചിത്ര പുസ്തകത്തിൽ യോജിപ്പിക്കാം. ചിത്രേ കിം കിം പശ്യതി. ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്? നമുക്ക് പഠിച്ചവ ആദ്യം പറയാം. ആരാണ്? ചിത്രപതംഗഃ. ചിത്രപതംഗഃ ആരാണ്? പൂമ്പാറ്റ. മല്ലിക. മല്ലിക ആരാണ്? മുല്ല. സൂര്യകാന്തി. സൂര്യകാന്തി ആരാണ്? സൂര്യകാന്തി. പിന്നെന്താണ്? പാടലം. പിന്നെന്താണ്? ഒരു പൂച്ചയും ഒരു പട്ടിയും ഉണ്ട് അല്ലേ ഈ പാടത്തില്. പൂച്ചയ്ക്ക് നമ്മൾ എന്ത് പറയും? മാർജാരഹ. എന്താണ്? മാർജാരഹ. ഇതാരാണ്? ശുനകഃ. പട്ടിക്ക് നമ്മൾ എന്ത് പറയുന്ന സംസ്കൃതത്തിൽ? ശുനകഃ. കേരളസ്യ ഔദ്യോഗിക പുഷ്പം. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണെന്ത്? കമലം. കമലം ആരാണ്? താമര. കമലം, താമര. ഇത്രയാണ് നമ്മുടെ രണ്ടാമത്തെ പാഠത്തിലുള്ളത്.